ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് ആനിമേ TV സീരീസിന്റെ സീസൺ 1 11ാമത്തെ എപ്പിസോഡാണ്. ഇതുവരെയുള്ള എപ്പിസോഡുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ആ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആന്റി കൈജു ഡിഫൻസ് ഫോഴ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈജു നമ്പർ 8ന്റെ ഫൂട്ടേജുകൾ പരിശോധിക്കുന്നു. കഫ്ക ഹിബിനോയെ എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിക്കുന്നു. ഓഫീസർമാർ പരസ്പരം അവരുടെ ഓപ്ഷനുകൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്രകാരം ചർച്ച ചെയ്യുന്നത് അർത്ഥശൂന്യമാണെന്ന് ഡയറക്ടർ ജനറൽ ഇഷാവോ ഷിനോമിയ വ്യക്തമാക്കുന്നു. കൈജു നമ്പർ 8നെ തലസ്ഥാനത്ത് എത്തിച്ചതിനു ശേഷം അതിനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുവാൻ അവർ സമ്മതിക്കുന്നു. അപ്പോൾ താച്ചിഗാവ ബേസിലെ ഹോൾഡിംഗ് സെല്ലിൽ കാത്തിരിക്കുന്ന കഫ്കയെ കാണിക്കുന്നു. അവന്റെ നെഞ്ചിലും കൈകളിലും പിന്നെ കാലിലും വലിയ ചെങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. തനിക്കിപ്പോൾ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അവൻ അത്ഭുതപ്പെടുന്നു. കൂടാതെ മീനയ്ക്കൊപ്പം നിൽക്കുവാനുള്ള തന്റെ സ്വപ്നം അവസാനിച്ചേക്കാമെന്ന് കരുതി അവൻ ആശങ്കപ്പെടുന്നു. അപ്പോൾ തന്നെ സെല്ലിന്റെ വാതിൽ മെല്ലെ തുറക്കുന്നു. മീനയും വൈസ് ക്യാപ്റ്റൻ സോഷിറയും ആയുധമേന്തിയ ഗാർഡുകളുമായി അകത്തേക്ക് പ്രവേശിക്കുന്നു. കഫ്കയെ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനുള്ള സമയമായിരിക്കുന്നു. മീനയോടും സോഷിറയോടും മാപ്പു പറയുവാൻ കഫ്ക ശ്രമിക്കുന്നു. പക്ഷേ വൈസ് ക്യാപ്റ്റൻ അവനോട് സംസാരിക്കരുതെന്ന് വ്യക്തമായി പറയുന്നു. അവർ അവനെ നിശബ്ദമായി ബേസിന്റെ ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരിൽ നിന്ന് ഇത്രയും വലിയൊരു രഹസ്യം സൂക്ഷിച്ചതിൽ അവർക്ക് അവനോട് ദേഷ്യമാണെന്ന് കഫ്ക കരുതുന്നു. വാതിലുകൾ തുറക്കുന്നു. കഫ്കയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള 3rd ഡിവിഷൻ ഓഫീസർമാർ കഫ്കയെ കൊണ്ടുപോകുവാനുള്ള ട്രക്കിന്റെ മുന്നിൽ നിൽക്കുന്നു. കഫ്ക ട്രക്കിലേക്ക് കയറുമ്പോൾ റെനോ ഇച്ചികാവ മുന്നോട്ട് ഓടിച്ചെല്ലുവാൻ കഴിയാതെ നിൽക്കുന്നു. ഒരു ദിവസം അവരുടെ അടുത്തേക്ക് കഫ്ക തിരിച്ചെത്തുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്ന് റെനോ ഉറക്കെ വിളിച്ചു പറയുന്നു. കഫ്കയും മീനയും അകത്ത് പ്രവേശിച്ചതിന് ശേഷം ട്രക്കിന്റെ വാതിലുകൾ അടയ്ക്കുന്നു. ആ സമയം എല്ലാവർക്കും ഇടയിൽ നിന്ന് സംസാരിച്ചതിന് റെനോ പുഷപ്പുകൾ ചെയ്യേണ്ടി വരുമെന്ന് സൗമ്യമായി മീന കഫ്കയോട് പറയുന്നു. ട്രക്കിനുള്ളിൽ ക്യാമറകളൊന്നും ഇല്ലെന്നും അവൾക്കിപ്പോൾ സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുമെന്നും അവൾ അവന് സൂചന നൽകുന്നു. കഫ്ക കൈജുവായി മാറുന്നത് കണ്ട് താൻ ഞെട്ടിപ്പോയെന്ന് അവൾ സമ്മതിക്കുന്നു. എന്നാൽ എല്ലാവരെയും രക്ഷിക്കുവാൻ അയാൾ മടിച്ചില്ല. അതെ, പഴയ കഫ്കയെ പോലെ. 3rd ഡിവിഷനിൽ ആരും അവനെ ശത്രുവായി കാണുന്നില്ലെന്നും മീന കൂട്ടിച്ചേർക്കുന്നു. കഫ്ക കണ്ണീരോടെ തന്റെ ബാല്യകാല സുഹൃത്തിനോട് ഒരു ദിവസം അവളുടെ അരികിൽ നിൽക്കുവാൻ അവന് കഴിയുമോ എന്ന് ചോദിക്കുന്നു. താൻ എപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുമെന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ തലയാട്ടിക്കൊണ്ട് പറയുന്നു. ട്രക്കുകൾ പുറപ്പെടുമ്പോൾ സോഷിറയും മറ്റ് ഓഫീസർമാരും സല്യൂട്ട് ചെയ്യുന്നു. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സോഷിറയോട് ആർക്കാണ് നിങ്ങൾ സല്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്റെ സുപ്പീരിയർ ഓഫീസറായ മീന ആഷുറയ്ക്കാണ് താൻ സല്യൂട്ട് ചെയ്യുന്നതെന്ന് അവൻ മറുപടി നൽകുന്നു. കഫ്കയെ ആരിയാക്കെ മാരിടൈം ബേസിലേക്ക് എത്തിക്കുന്നു. അവിടെ അവനെ ഹൈ സെക്യൂരിറ്റി ഹോൾഡിംഗിൽ തടവിലാക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. 3rd ഡിവിഷനിലെ റിക്രൂട്ട്മെന്റുകൾ സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. കൈജുകൾ ഇപ്പോൾ മനുഷ്യരൂപത്തിലാണെന്നുള്ള വാർത്ത പുറത്തു വന്നാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയും അവിശ്വാസവും ഉണ്ടാക്കുമെന്ന് ഹാറുയിച്ചി ഇസുമോ പറയുന്നു. കഫ്കയെ വെറുതെ വിടുവാനുള്ള തെളിവുകൾ ശേഖരിക്കുവാൻ മീന ഓപ്പറേറ്റിംഗ് ഓഫീസറായ ഒക്കനോഗിയോട് സഹായം ആവശ്യപ്പെടുന്നു. അവൾ സന്തോഷത്തോടെ തന്നെ കൊണ്ടാകുന്നതെല്ലാം ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. സോഷിറോയും കഫ്ക മടങ്ങി വരുവാൻ കാത്തിരിക്കുകയാണ്. അവരുടെ ആദ്യ പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയതിനാൽ വീണ്ടും പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതിനായി കഫ്ക ഉടൻ മടങ്ങി വരണമെന്ന് അവൻ പറയുന്നു. അതിനിടയിൽ ഷിനോമിയ അവളുടെ പിതാവിന്റെ ഓഫീസിന്റെ വാതിലിൽ മുട്ടുന്നത് കാണിക്കുന്നു. അവൾ അകത്തേക്ക് കിടക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസം എടുക്കുകയും കഫ്കയെ ഇല്ലാതാക്കരുതെന്ന് ഔപചാരികമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ കഫ്കയുടെ നെഞ്ചിന്റെ ഒരു എക്സ്റേ കാണിച്ചുകൊണ്ട് ഇസാവോ അവളെ ശകാരിക്കുന്നു. കഫ്കയുടെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു കൈജുവിന്റെ
കോറാണ് ഉള്ളത്. അവൻ ഒരു മനുഷ്യനല്ലെന്ന് ഇസാവോ തന്റെ മകളോട് ശാന്തമായി പറയുന്നു. എന്നാൽ ഷിനോമിയ പോകുന്നതിന് മുമ്പ് അവൾ കാഫ്കയെ വിശ്വസിക്കുന്നുവെന്ന് തന്റെ അച്ഛനോട് പറയുന്നു. സെല്ലിൽ കിടക്കുന്ന കാഫ്ക ഡിഫൻസ് ഫോഴ്സിന്റെ സയന്റിസ്റ്റുകളോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നു. അവർ അവനോട് പ്രതികരിക്കുന്നില്ല. തന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് തിരികെ ചെന്ന് സത്യാവസ്ഥ പറയുന്നതുവരെ കാഫ്ക വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. റെനോ, ഇഹാറു, പിന്നെ ആവോയി എന്നിവരെ മറ്റു ഡിവിഷനുകളിലേക്ക് താൽക്കാലികമായി മാറ്റുകയാണ്. കാഫ്കയുടെ സുഹൃത്തുക്കളായതുകൊണ്ടാണോ അവരെയെല്ലാം മറ്റു ഡിവിഷനുകളിലേക്ക് മാറ്റുന്നതെന്ന് ഹാറുയിച്ചി ആശ്ചര്യപ്പെടുന്നു. എന്നാൽ ഈ പ്ലാൻ അവരുടെ പരിശീലനത്തിന്റെ ഭാഗമാണെന്നും കുറച്ചു കാലങ്ങളായി ഇങ്ങനെയാണെന്നും മീന അവരെ അറിയിക്കുന്നു. എന്നാൽ ഇപ്രകാരം പിരിയുന്നതിൽ തനിക്ക് സമ്മതമാണെന്ന് റെനോ അറിയിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം കാഫ്കയെ സഹായിക്കുവാൻ കഴിയുന്ന ആരെയെങ്കിലും പരിചയപ്പെടുത്തുവാൻ ഒരു മുൻ കമാൻഡറോട് ആവോയി ഫോണിൽ സംസാരിക്കുന്നത് ഹാറുയിച്ചി കേൾക്കുന്നു. തന്റെ പഴയ ഓഫീസർമാരോട് ആവോയി വ്യക്തിപരമായ സഹായം ആവശ്യപ്പെടുന്നത് കേട്ട് ഹാറുയിച്ചി ആശ്ചര്യപ്പെടുന്നു. എന്നാൽ കാഫ്കയും അവരുടെ ടീമിലെ ഒരു അംഗമാണെന്ന് അവൻ പറയുന്നു. കാഫ്കയുടെ സെല്ലിലേക്കുള്ള കൂറ്റൻ വാതിലുകൾ ഇസാവോ പിന്നിൽ ഒരു കൂട്ടം ആയുധങ്ങളുമായുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം മുന്നോട്ട് വരുമ്പോൾ തുറക്കുന്നു. കാഫ്കയുടെ ബൈൻഡിങ്ങുകൾ റിലീസ് ചെയ്യാൻ ഉത്തരവിടുന്നത് ഷിനോമിയ മുകളിലെ ഒരു നിരീക്ഷണ മുറിയിൽ നിന്ന് കാണുന്നു. ഇസാവോ അതിനുശേഷം കാഫ്കയെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. ഡയറക്ടർ ജനറൽ തന്റെ നേരെ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ താൻ മനുഷ്യനാണെന്ന് കാഫ്ക വാദിക്കുന്നു. കൂടാതെ വെടിയുണ്ടകൾ തടയുവാൻ അവൻ തന്റെ കൈകൾ മാത്രം ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്നാൽ ഒരു മനുഷ്യനും അത് ചെയ്യാൻ കഴിയില്ലെന്ന് ഇസാവോ ചൂണ്ടിക്കാണിക്കുന്നു. കൈജു നമ്പർ 2 ശരീരം കൊണ്ട് നിർമ്മിച്ച ഗോൺലെറ്റുമായി തന്നെ ആക്രമിക്കുവാൻ നിൽക്കുന്ന ഇസാവയോട് താൻ മനുഷ്യനാണെന്ന് കാഫ്ക തറപ്പിച്ചു പറയുന്നു. എന്നാൽ മനുഷ്യരൂപത്തിൽ തന്നെ മരിക്കുവാൻ ഇസാവ കാഫ്കയോട് പറഞ്ഞുകൊണ്ട് അവനെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. താൻ ഇപ്പോഴും മനുഷ്യനാണെന്ന് തെളിയിക്കുവാൻ തീരുമാനിച്ച കാഫ്ക കൈജു നമ്പർ 8 പൂർണ്ണമായി മാറുവാൻ വിസമ്മതിക്കുന്നു. ഇസാവോ കുറച്ചുപോലും ദയ കാണിക്കുന്നില്ല. സഹികെട്ട കാഫ്ക അയാൾക്ക് നേരെ ഒരു വലിയ ഹിറ്റ് കൊടുക്കുന്നു. അപ്പോൾ തനിക്ക് സ്വയം ഹീൽ ചെയ്യുന്നതിനായി കുറച്ചുകൂടി ട്രാൻസ്ഫോം ചെയ്യുവാൻ അവൻ നിർബന്ധിതനാകുന്നു. ഇസാവോയുടെ കോമ്പാക്ട് സൂട്ട് അമിതമായി ചൂടാകുന്നത് വരെ അയാളുടെ അറ്റാക്കുകളെല്ലാം ഒഴിഞ്ഞു മാറുവാൻ കാഫ്ക തീരുമാനിക്കുന്നു. എന്നാൽ എന്തോ ഒരു അസ്വസ്ഥത അവന് അനുഭവപ്പെടുന്നു. കൈജു നമ്പർ 2 സാന്നിധ്യത്തിൽ കാഫ്കയുടെ ശരീരം സ്വയം പ്രതികരിക്കുവാൻ തുടങ്ങുന്നു. ഇസാവോ ഒരു വമ്പൻ ഹിറ്റിനായി തയ്യാറാകുമ്പോൾ കൈജു നമ്പർ 8 സ്വയം കാഫ്കയുടെ ശരീരം ഏറ്റെടുക്കുകയും അവനെ ഒരു നിയന്ത്രിക്കുവാൻ കഴിയാത്ത കൈജുവെ പോലെ മാറ്റുകയും ചെയ്യുന്നു. കൈജു നമ്പർ 8 ദേഷ്യത്തിൽ കൂടുതൽ ശക്തിയിലും വലിപ്പത്തിലും വളരുന്നു. അതേസമയം ഒന്നും ചെയ്യുവാൻ കഴിയാതെ തന്റെ മനസ്സിനുള്ളിൽ കാഫ്ക ഒരു കാഴ്ചക്കാരനായി മാറുന്നു. സ്വന്തം പിതാവിനെ കൊല്ലുവാൻ തയ്യാറാകുന്ന കൈജു നമ്പർ 8 കാണുന്ന ഷിനോമിയ മുകളിൽ നിന്ന് നീ കാഫ്കയാണ്, കൈജു നമ്പർ 8 അല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.